ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക, മറ്റൊന്നിലും ശ്രദ്ധ നിലനിർത്താൻ കഴിയാതെ വരിക, എപ്പോഴും ഒറ്റപ്പെടലിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഒന്നിനെക്കുറിച്ചും കൃത്യമായും വ്യക്തതയോടും കൂടി ചിന്തിക്കാൻ കഴിയാതെ വരിക. ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. കുട്ടിക്കാലത്തുണ്ടാകുന്ന ഒറ്റപ്പെടലാണ് ഓട്ടോഫോബിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത്. മാതാപിതാക്കളുടെ മരണം, വിവാഹമോചനം എന്നിവയൊക്കെ ചെറിയ പ്രായത്തിൽ മാനസിക സംഘർഷത്തിന് ഇടയാക്കും. തട്ടിക്കൊണ്ടുപോകൽ പോലുള്ള കടുത്ത മാനസിക സംഘർഷം നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെട്ട കുടുംബാന്തരീക്ഷങ്ങൾ തുടങ്ങിയവ ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ ഓട്ടോഫോബിയയിലേക്ക് നയിക്കാം. ചെറിയ പ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം ഇവയൊക്കെ കൂടുതൽ ഒറ്റപ്പെടലുകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളാണ്. സ്നേഹിക്കാൻ ആരുമില്ലെന്ന തോന്നലും ജീവിതത്തിൽ ഒറ്റപ്പെടുമോ എന്ന അമിത ഭയവുമാണ് ഓട്ടോഫോബിയയിലേക്ക് ഓരോ വ്യക്തിയെയും എത്തിക്കുന്നത്. ഇതിനുള്ള പരിഹാരം തെറാപ്പിയിലൂടെ. സൈക്കോതെറാപ്പികളാണ് ഓട്ടോഫോബിയ പോലുള്ള ഉത്കണ്ഠാരോഗങ്ങൾക്ക് പൊതുവെ നൽകാറുള്ളത്. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുന്ന സ്വഭാവത്തെ പരിഹരിക്കാൻ പഠിപ്പിക്കുകയാണ് തെറാപ്പിയിലൂടെ ചെയ്യുക. ഒറ്റപ്പെട്ടു പോകുമെന്ന ചിന്തയും സാഹചര്യങ്ങളും വ്യക്തിയിൽ ഉളവാക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ താങ്കൾ സുരക്ഷിതനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഘട്ടം ഘട്ടമായി നൽകുന്ന ശാസ്ത്രീയമായ ചികിത്സാരീതിയായ എക്സ്പോഷർ തെറാപ്പിയും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എക്സ്പോഷർ തെറാപ്പിയോടൊപ്പം തന്നെ ബിഹേവിയർ തെറാപ്പിയും ഓട്ടോഫോബിയ മറികടക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഒറ്റയ്ക്കായിപ്പോയി എന്ന ചിന്തയും പെരുമാറ്റവും പരിഹരിക്കാൻ ബിഹേവിയർ തെറാപ്പിയിലൂടെ സാധിക്കും. കൂടാതെ കൃത്യമായ ചികിത്സയിലൂടെ ഓട്ടോഫോബിയ പരിഹരിച്ച് വ്യക്തിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും സാധിക്കും.